കൂട്ടുകാരെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന വറുത്ത അരിപ്പൊടി, നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണ, ഇത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നില്ല, കൈ വെച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കാവുന്നതിൽ മിക്സ് എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം, നല്ല തിളച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയിൽ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ കൈയൊക്കെ പൊള്ളി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ പൊടിയുടെയും വ്യത്യാസത്തിന് ചിലപ്പോൾ കൂടുതലും കുറവൊക്കെ വേണ്ടി വരും കേട്ടോ, ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആ വറവിനനുസരിച്ചിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 1 കപ്പിന് 1 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം നന്നായിട്ട് ചൂടായിട്ടുള്ള നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൈവച്ച് പതിയെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചിട്ട് അതോടെ മാറ്റി വയ്ക്കാം. അതൊന്ന് ചെറുതായി ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പകുതി നാളികേരം, അതിപ്പോൾ കുത്തിയെടുത്തതാണ്, ചിരകിയെടുത്തിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുത്തിയെടുത്തിട്ടുള്ള നാളികേരവും അതുപോലെ ഒരു 5-6 ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് എന്തോരം എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോൾ 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഒത്തിരി എരിവൊന്നുമില്ല. അപ്പോൾ അത് ചേർത്ത് ചെറുതായി ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ടൊന്നും അരയ്ക്കരുത്, ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ടുള്ള നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ, ആ പൊടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ, കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ആ ചൂട് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് മാറിയിട്ടുമില്ല, നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയും കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക, കുഴച്ചിങ്ങനെ എടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അതിങ്ങനെ കുഴച്ചെടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അല്പം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവ് തോന്നി, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ നാളികേരത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇനി ഇതൊരു ഷേപ്പാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട് തന്നെ ഇങ്ങനെ പീച്ചും പൊടിയായിട്ട് ഉണ്ടാക്കില്ലേ, മധുരം ഇല്ലാണ്ട്, ആ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. പീച്ചുംപൊടി എന്ന് പറയാം. ഇപ്പോൾ ചിലരതിനെ കോഴിക്കോട്ടാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ പീച്ചുംപൊടി എന്ന് പറയാം. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പച്ചമുളക് ഇല്ലാണ്ടെയും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു എരിവും കൂടി വരുമ്പോൾ ഒരു രസമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കൈയിൻ്റെ ആ വിരലുകൾ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ പരത്തിയിട്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പ് ഏതായാലും അതിൻ്റെ ടേസ്റ്റ് മാറുന്നില്ല, ആ ഒരു ടേസ്റ്റാണ്. കാണാനുള്ളൊരു ഭംഗിക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കയ്യിൽ എണ്ണ തടവിയിട്ട് നമ്മളിതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കലൊക്കെ കുറവായിരിക്കും കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ആ മാവ് മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കാനായിട്ട് ഞാൻ ആവി പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ പാത്രം ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ച് അടച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5-6 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം, നല്ലതുപോലെ അത് വെന്ത് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വെറുതെ കഴിക്കാനായാലും വെറുതെ കഴിക്കുന്നതിനൊക്കെ കൂടുതൽ നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.